എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഗോട്ട് മീ നൗ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓട്ടോ ബ്ലോഗിംഗ് പ്രൊജക്റ്റിലെ വൺ ഓഫ് ദ എഫിഷ്യൻറ്റ് മെത്തേഡ്. ഒരുപാട് 150+ മെത്തേഡ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ. സോ അതിൽ വൺ ഓഫ് ദ എഫിഷ്യൻറ്റ് മെത്തേഡ്, അതായത് ക്വാറ പോലെയുള്ള വെബ്സൈറ്റ്സ് ത്രൂ എങ്ങനെ നമുക്ക് ഓർഗാനിക് ട്രാഫിക് ഉണ്ടാക്കാം. ഇതൊരു ഓഫ് പേജ് SEO മെത്തേഡാണ്. സോ അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രാഫിക് ജനറേറ്റ് ചെയ്യാം, അതുവഴി എങ്ങനെ നമുക്ക് ആഡ്സ് വഴിയുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോ കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഓൾറെഡി ഞാൻ 2-3 ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഇൻ ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും. നോക്കിയിട്ട് നമുക്ക് കാര്യം നോക്കാം. ഓക്കെ, ഇൻ്റർഫേസ് വരിക. ഇതിൽ നമുക്ക് ഇവിടെ ടോപ്പിക്സ് കാണാം. നമ്മൾ ക്വാറയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. കണ്ടോ? അതുപോലെ നമ്മളെ കമ്മ്യൂണിറ്റി വരും. ഇതൊരു സോഷ്യൽ മീഡിയ തന്നെയാണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഫോമാറ്റിലുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇതാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ആൻസർ കൊടുക്കുക. നമ്മൾ ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമുക്ക് ചാറ്റ് GPT പോകാം. GPT ജെമിനിയോ വാട്ടെവർ. എന്നിട്ട് നമുക്ക് we can type like this. You are you're an expert in Quora. I need answer for this question. I need we can type humanized this question with proper format to increase user engagement and best user experience. Okay, നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുക. It will give an answer. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ കോപ്പി ചെയ്യുക. ഇതിൻ്റെ ആൻസർ അങ്ങനെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്വാറയിൽ വരിക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലോഗ് പോസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലിങ്ക് കൊടുക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് ഓർ തേർഡ് പാരഗ്രാഫ്, ഒരു കുറച്ച് പാരഗ്രാഫ്സ് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് കീപ്പ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ആ ലിങ്കും കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഡെയിലി ഒരു 30 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. നമ്മൾ നല്ല ആൻസേഴ്സ് ആണെങ്കിൽ നമ്മളെ ആൻസേഴ്സ് പൊങ്ങി വരും. അതുപോലെ പിന്നെ ഇത് വായിക്കുന്ന ആൾക്കാർ ഈ വെബ്സൈറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഉദ്ദേശം. അതുകൊണ്ട് ഫോർ ദ സേക്ക് ഓഫ് റൈറ്റിംഗ് ആൻസേഴ്സ് നമ്മൾ ചെയ്യാൻ പാടില്ല. നല്ല വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഡ്രിവൺ ആയിട്ടുള്ള നല്ല വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കോണ്ടന്റ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ക്വാറ മാത്രമല്ല, ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ answers.com എഴുതാൻ പറ്റും. അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അങ്ങനെ വെബ്സൈറ്റ്സിന് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെയൊക്കെ പോയിട്ട് ഇതേ രീതിയിൽ ട്രൈ ചെയ്യുക. ഇത് റെഗുലറായിട്ട് ഒരു ഡെയിലി ഒരു 20 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം മിനിമം ഇങ്ങനത്തെ കാര്യങ്ങളോട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫാർ ബെറ്ററാണ്. നല്ല റിസൾട്ട് ഓൺതുക കിട്ടും. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടില്ല. അതുവഴി വരുന്ന ട്രാഫിക് സെർച്ച് എൻജിൻസും AI ടൂൾസും അത് അനലൈസ് ചെയ്ത് അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുക. സോ പെട്ടെന്ന് റിസൾട്ട് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, ഈ രീതിയിലാണ് ക്വാറ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. സോ ഗിവ് എ ട്രൈ. ആൻഡ് ആസ് ഓൾവേസ് സേ, we can learn together, earn together and grow together. Take care, bye bye.